നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് അലീനയോട് മനുഷ്യങ്കർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആന്റിയോട് സത്യങ്ങളൊക്കെ പറയാന്ന് പറയാണ്. നീ ആന്റിയുടെ മോളാന്നുള്ള കാര്യം. ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, വേണ്ട മനുവേട്ട, അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാഡം തകർന്നു പോകും. അത് മാത്രമല്ല, എൻ്റെ അച്ഛൻ്റെ അവസ്ഥയൊന്ന് ഓർത്തു വയ്ക്കേ. അച്ഛനൊരിക്കലും അത് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. അവരുടെ കുടുംബ ബന്ധം തന്നെ തകർന്നു പോകുന്നു പറയണം. പിന്നെ ഒരു കുടുംബജീവിതം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം മനു പറഞ്ഞു, അതെ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞാനൊരു കാര്യം ചെയ്യാം, അങ്കിളിനോടൊന്ന് സംസാരിക്കാം, എന്താ വേണ്ടതെന്ന് ആലോചിക്കട്ടെ. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഇപ്പം തെറ്റെൻ്റെ ഭാഗത്താന്ന് എനിക്ക് തോന്നുന്നേ. ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു. ഇവിടെ വന്നാലും സത്യങ്ങളൊന്നും ആരും അറിയാനായിട്ടും പാടില്ലായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോഴും ഞാനിവിടെ നിൽക്കുന്നുണ്ടല്ലോ, അത് ഞാൻ ചെയ്ത് ഏറ്റവും വലിയ തെറ്റാന്ന് പറയണം. മനുഷ്യങ്കർ പറഞ്ഞു, നീ ഇത്ര ഇമോഷണൽ ആവേണ്ട കാര്യമൊന്നുമില്ല അലീന, നീ വിഷമിക്കാതിരിക്കുക. ഞാൻ അങ്കിളിനോട് സംസാരിക്കാം. അല്ല, നിനക്ക് ആഗ്രഹമില്ലേ നിന്റെ അമ്മ ഒരിക്കലെങ്കിലും നിന്നെ മോളേന്ന് വിളിക്കണമെന്ന്, നിന്നെ തിരിച്ചറിയണം നീ ആഗ്രഹിക്കുന്നില്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മനുവേട്ട, പക്ഷെ എൻ്റെ ആഗ്രഹത്തിനേക്കാളും മോളിലല്ലേ ഈ കുടുംബത്തിലെ എല്ലാവരും തമ്മിൽ ഒത്തൊരുമയോടെ പോകാന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും തമ്മിൽ നല്ല രീതിയിലൊരു ബന്ധം, അതാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഈ കുടുംബം തകർക്കണമെന്ന് എനിക്കൊട്ടും ആഗ്രഹമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനു കൃഷ്ണമോളോട് ചോദിച്ചു, മോളെ, നീ ആഗ്രഹിക്കുന്നില്ലേ നിന്റെ അമ്മ നിന്റെ ചേച്ചി അംഗീകരിക്കണമെന്ന്? നിന്റെ ചേച്ചി സന്തോഷത്തോടെ ഇരിക്കാനായിട്ടല്ലേ നീ ആഗ്രഹിക്കുന്നേ? അതേ മനുവേട്ട, അതാ ഞാൻ ആഗ്രഹിക്കുന്നേ. പക്ഷേങ്കിൽ ഈ സത്യങ്ങളൊക്കെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അതെങ്ങനെ ഉൾക്കൊള്ളുമെന്ന് അറിയത്തില്ല. അമ്മ എന്ത് ചെയ്യുമെന്നും അറിയത്തില്ല. അതോർക്കും എനിക്കൊരു പേടിയുണ്ടെന്ന് പറഞ്ഞു. പേടിക്കൊന്നും വേണ്ട, ഞാൻ എന്താണെങ്കിലും അങ്കിളിനോടൊന്ന് സംസാരിക്കട്ടെ, അങ്കിളിൻ്റെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ. ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. അതൊക്കെ പറഞ്ഞിട്ട് മനുശങ്കർ ബാലേന്ദ്രനോട് സംസാരിക്കാനായിട്ട് അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് എനിക്കും കൃഷ്ണമോൾക്കും നല്ല പേടിയുണ്ടായിരുന്നു. എന്തായിരിക്കും ഒരുപക്ഷെ അച്ഛൻ പറയുന്നതെന്ന് ഓർത്തിട്ട്. പിന്നീട് മനുശങ്കർ ബാലേന്ദ്രന്റെ മുറിയിലേക്ക് കയറി വരികയാണ്. ഈ സമയത്ത് ബാലേന്ദ്രൻ ഒന്ന് കിടന്ന് മയങ്ങിപ്പോയി. അപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. ഫോൺ ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ കണ്ണു തുറന്നേ. ആ കോൾ എടുത്തില്ല, കട്ട് ചെയ്ത് വിട്ടു. അപ്പോഴേക്കും മനുശങ്കർ അങ്ങോട്ട് കയറി വന്നു. അങ്കിൾ ഉറങ്ങുമായിരുന്നു എന്ന് ചോദിച്ചു. ഞാനിത് പതുക്കെ മയങ്ങിപ്പോയടാ. ആ സമയത്ത് ഫോൺ ബെല്ലടിക്കുന്ന കേട്ടപ്പോഴാണ് കണ്ണു തുറന്നേ. എന്തായിരുന്നു എല്ലാവരും കൂടെ താഴെ ഒരു ചർച്ചയെന്ന് ചോദിച്ചു. വലിയ ചർച്ചയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാനും അലീനയും കൃഷ്ണമോളും കൂടെ സംസാരിക്കുമായിരുന്നു. ഈ കുടുംബത്തിലെ പലരുടെയും ജീവിതത്തിന്റെ താക്കോല് അങ്കിളിന്റെ കയ്യിലല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അത് കൊള്ളാം, എൻ്റെ കയ്യിലോ? എൻ്റെ ജീവിതത്തിന്റെ താക്കോല് പോലും എൻ്റെ കയ്യിൽ ഇല്ലടാ, പിന്നെ എങ്ങനെയാന്ന് ചോദിച്ചു. ഈ സമയം മനുശങ്കർ പറഞ്ഞു, അങ്കിളെ, ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും സന്തോഷമുണ്ടോ സമാധാനമുണ്ടോ? ഒന്നുമില്ല എന്ന് പറയണം. അതെ, ഈ വൈദ്യുതി പോസ്റ്റിന്റെ സ്റ്റേ വാർ വലിച്ചു കെട്ടിയേക്കുന്ന പോലെ എല്ലാവരും ഇങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കുക. ഏത് നിമിഷം വെള്ളം പൊട്ടാവുന്ന രീതിക്കാണ് നിൽക്കുന്നേ. അത് കേട്ടതും ബാലേന്ദ്രൻ പറഞ്ഞു, എടാ, എൻ്റെ ജീവിതം തല്ലിക്കെടുത്തിയത് അവളല്ലേ? ഇത്രയും കാലം നിരപരാധിയായി എന്നെ ക്രൂശിച്ചില്ലേ അവള്? എന്നിട്ടോ അവളിപ്പം നല്ലവളെ ചമഞ്ചിരിക്കുമല്ലേ എന്ന് ചോദിച്ചു വൈജ. വൈജയെക്കുറിച്ച് ഇത് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പം മനുശങ്കർ പറഞ്ഞു, അങ്കിളെ, അലീനയെക്കുറിച്ച് അങ്കിളിൻ്റെ അഭിപ്രായം എന്താ എന്ന് ചോദിച്ചു. എന്താണ് നീ അങ്ങനെ ചോദിച്ചേ? അലീന അങ്കിളിന് ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു. പിന്നല്ലാതെ എനിക്ക് അവളെ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു. ഈ സമയത്ത് മനുശങ്കർ പറഞ്ഞു, അവളുടെ ഇപ്പോഴത്തെ വിഷമം എന്താണെന്നറിയാവോ? അവൾ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന്. ബബിതയും രോഹിത്തും എല്ലാവരും അവളെ വെറുക്കുവാന്ന്. അവൾ ഇങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നെന്ന്. അവളിപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? അവളെ അവളുടെ അമ്മ തിരിച്ചറിയണമെന്ന്. എന്നെങ്കിലും ഒരു കാലത്ത് തിരിച്ചറിയുമെന്ന് അവളുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് അങ്കിളെ. അത് ശരിയായിട്ടുള്ള ആഗ്രഹമല്ലേ? ഏതൊരു മകൾക്കും അങ്ങനെ ഒരു ആഗ്രഹം കാണത്തില്ലേ, തന്നെ തൻ്റെ അമ്മ തിരിച്ചറിയണം എന്നുള്ളത് എന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ മനുശങ്കരനെ ഒന്ന് നോക്കി. പിന്നല്ലാതെ എന്ന് ബാലേന്ദ്രൻ പറഞ്ഞു, എടാ, അവർ തമ്മിൽ പരസ്പരം തിരിച്ചറിയണമെന്നുള്ള അലീനയ്ക്ക് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിരിക്കും മനസ്സിൽ. കാരണം അമ്മ മകളെ മോളെ നിന്നും വിളിക്കുന്ന കാണാനായിട്ട്, അല്ലെങ്കിൽ മോള് അമ്മയെ നിന്നും വിളിക്കുന്ന, അപ്പം അതിന് വേണ്ടിയിട്ട് അവളുടെ മനസ്സ് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഞാൻ ആരായെന്ന് ചോദിക്കണം. അങ്കളെ, അവർ പരസ്പരം തിരിച്ചറിയട്ടെ എന്ന് പറഞ്ഞു മനുശങ്കർ. തിരിച്ചറിയാന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ എത്ര ഈസി ആയിട്ട് നീ പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്കിവിടെ എന്താ റോൾ ഇരിക്കുന്നേ? ഞാൻ ആരായി? ഞാൻ കാവ്യവസ്ത്രം എടുത്ത് ഞാൻ കാശിക്ക് പോണോ? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അല്ലെങ്കിലേ ഇന്നല്ലെങ്കിൽ നാളെ അലീനയോ കൃഷ്ണമോളോ ഇത് വൈജാന്റിയോട് പറഞ്ഞാലോ അപ്പോഴെന്തായിരിക്കും? അവർ പറയാനാ? അവരൊരിക്കലും പറയില്ല. കാരണം അവർക്കറിയാം ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താന്ന്. കുടുംബം തകർന്നു പോകുന്ന അവർക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് അവരൊരിക്കലും ഇതിനെക്കുറിച്ച് പറയാൻ പോകത്തില്ല. പിന്നീട് മനു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ
ഞാൻ ആൻറ്റിയോട് പറഞ്ഞാലോ അലീന ആൻറ്റിയുടെ മോളാന്നുള്ള കാര്യം? അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ അങ്ങോട്ട് ചെന്ന് മനുവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അതിന് നീ ഒരു ജന്മം കൂടെ ജനിക്കണം മോനെ അത് പറയാനായിട്ട്. നിനക്കത് പറയാൻ സാധിക്കില്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ മനു പറഞ്ഞു, അങ്കിളെ ശരിക്കും വാസ്തവത്തിൽ ആൻറ്റി തെറ്റുകാരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആൻറ്റിയും വഞ്ചിക്കപ്പെടുകയല്ലേ ചെയ്തേന്ന് ചോദിച്ചു. നിന്റെ ആൻറ്റി വഞ്ചിക്കപ്പെടുകയാണ് ചെയ്ത പോലും. എടാ, എന്നെ സ്നേഹിച്ച ഇത്രയും കാലം എന്നോടൊപ്പം നിന്ന അവള് ഈ 10-23 വർഷക്കാലം അവൾ എന്നെ വഞ്ചിക്കുകയല്ലേ ചെയ്തേ. മുമ്പ് ഒരുത്തനെ സ്നേഹിച്ച് വഞ്ചിച്ച അവള്. എങ്കിൽ അവൾ ഒരു തവണയെങ്കിലും എന്നോട് സത്യങ്ങളോ തുറന്നു പറഞ്ഞോ? ഇല്ലല്ലോ. ഞാൻ ആരായി? ഞാൻ ഒന്നുമല്ലാതായി തീർന്നില്ലേ? അവളും അവളുടെ വീട്ടുകാരും കൂടെ എന്നെ ചതിക്കുകയോ ചെയ്തേ. അവളുടെ അഹങ്കാരത്തിന്റെ ഒരു കുറവുണ്ടോ കല്യാണത്തിന് ശേഷം? ഇല്ലായിരുന്നു. ഇന്ന് ഈ നിമിഷം വരെ അവൾ അഹങ്കാരം കാണിച്ചോണ്ടിരിക്കുക എന്റെ മുന്നിൽ. അവള് പതിവ്രതയാന്നും പറഞ്ഞോണ്ട്. അപ്പൊ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്കിളെ, എപ്പോഴാണെങ്കിലും സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞല്ലേ മതിയാവുള്ളൂ. സത്യങ്ങൾ തിരിച്ചറിയാനായിട്ട് അവള് തിരിച്ചറിയാൻ പോകുന്നില്ലടാ. അവൾക്ക് കൊടുക്കുന്ന ശിക്ഷ ഞാൻ അതായിരിക്കും എന്ന് പറയണം. അവളിങ്ങനെ ഇരിക്കട്ടെ. അവള് കുറെ കാലം ഇങ്ങനെ ഇരിക്കണം. അലീനയോടുള്ള ദേഷ്യം കൊണ്ട് അവളുടെ മനസ്സൊക്കെ ഇങ്ങനെ വ്രണപ്പെട്ട വല്ലാത്തൊരവസ്ഥയായിരിക്കണം. അവൾക്കൊന്നും വല്ലാത്തൊരവസ്ഥയിലിരിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ അച്ഛനും കൊച്ചച്ഛനൊക്കെ ഈ സത്യങ്ങൾ ആൻറ്റിയോട് പറഞ്ഞാലോ? അപ്പോഴെന്തായിരിക്കും എന്ന് ചോദിച്ചു. അവര് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കൊലപാതകമായിരിക്കും നടക്കാൻ പോണേന്ന് പറഞ്ഞു. കൊലപാതകമോ? ആരെ കൊല്ലും? അതൊന്നും ഇപ്പൊ നീ അറിയേണ്ട കാര്യമില്ല. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല എന്ന് പറയണം. പിന്നെ ഈ പറയുന്ന അവർക്കും അറിയാം ജീവിതം തകർന്നു പോകുന്ന. അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവർക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നൊരു വലിയ ശിക്ഷ തന്നെയായിരിക്കും. എന്താണെന്നറിയാവോ? അവര് ഓരോ നിമിഷം നീറണം. അവരുടെ പെങ്ങളുടെ ജീവിതം എന്തായി തീരുമെന്ന് ഓർത്തിട്ട്. കാരണം സത്യങ്ങളൊക്കെ വൈകി തിരിച്ചറിയുന്ന നിമിഷം എന്ത് സംഭവിക്കാം. അപ്പൊ അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ശ്രമിക്കും. അതുകൊണ്ട് അവരൊരിക്കലും അത് പറയാനും പോകുന്നില്ല. എന്നെയും എൻ്റെ കുടുംബത്തെ മൊത്തം ചതിച്ച നിന്റെ അച്ഛനും ചെറിയച്ഛനും ഒക്കെ. അപ്പം ഞാൻ വെറുതെ വിടുവോ? ഒരിക്കലും ഇല്ല. എന്നെ ഒന്നും അല്ലാതാക്കി കളഞ്ഞില്ലേ. സ്വന്തം പെങ്ങള് മുമ്പ് പിഴച്ച പറ്റാന്നറിഞ്ഞിട്ടും എൻ്റെ തലയിലേക്ക് നിരപരാധിയായി എൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചില്ലേ. അപ്പൊ പിന്നെ എനിക്ക് അവരോട് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുമെന്ന് ചോദിച്ചു. അങ്കിളുടെ വാശിയും വൈരാഗ്യവും ഒക്കെ എടുത്തോണ്ടിരിക്കുന്നേ. അലീനയെ കുറിച്ചൊന്ന് ഓർത്തു നോക്ക്. അവൾ എത്ര കാലം ഇങ്ങനെ ഇരിക്കും? അവളുടെ മനസ്സിൽ ആഗ്രഹമില്ലേ അവളുടെ അമ്മ അവളെ തിരിച്ചറിയണമെന്ന്? ഉണ്ടടാ, അവളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷെ അങ്കിളുടെ ഈ വാശിയും വൈരാഗ്യം കാരണം അവളുടെ നല്ലൊരു ജീവിതം അല്ലേ ഇല്ലാതാന്നേ. നല്ലൊരു ജീവിതമോ? ഇപ്പോഴങ്കിളിനോടൊപ്പം അവൾ നിൽക്കുന്നുണ്ട്. പക്ഷെ നാളെ ഒരു സമയത്ത് അവൾക്ക് അങ്കിളിന്റെ സ്നേഹം ഒരു ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ തോന്നിയിരിക്കും. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിൾ ഇപ്പൊ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ അങ്കിളിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്കിൾ അവളെ ഒരു കരുവാക്കുമെന്ന് അവൾക്കൊരു തോന്നലുണ്ടായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവള് എന്ത് ചെയ്യുമെന്ന് പറയാൻ പോലും പറ്റില്ല. എടാ, എനിക്ക് അവളെ നന്നായിട്ടറിയാം. അവൾക്ക് എന്നെ അറിയാം. ഞാനൊരു അച്ഛനാണ്, ഭർത്താവാണ് എന്നൊക്കെ അവൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലടാ. നീ എന്നെ കുറ്റപ്പെടുത്തിയാലും എന്തൊക്കെ പറഞ്ഞാലും പക്ഷെ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എനിക്ക് അവളൊരു വിശ്വാസമുണ്ട്. ഇത് കേട്ടപ്പം മനു പറഞ്ഞു, എത്ര നാളെന്ന് വെച്ചാൽ അങ്കിളെ അവൾക്ക് നീതി കിട്ടാതെ പോകുന്നത്? എടാ, അവൾക്ക് നീതി കിട്ടുന്നതിലെ കരുപരി ഇപ്പം നീ എൻ്റെ കാര്യമൊന്നും എടുത്തു നോക്ക്. എനിക്ക് നീതി കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത്രയും വർഷം ഞാൻ 1-2 വർഷമല്ല 10-23 വർഷക്കാലം ഞാൻ അനുഭവിച്ചില്ലേ ആ വേദനയ്ക്കൊക്കെ ആര് കണക്ക് പറയും? ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം മനുഷ്യങ്കറിന് എന്തു മറുപടി പറയണമെന്ന് അറിയില്ല. പിന്നീട് മനു പറഞ്ഞു, അങ്കിളെ ഈ പകയും വിദ്വേഷം കൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല. അങ്കിളിന് അറിയാലോ, ഒരിക്കലും അതൊന്നും ശരിയാവുന്ന കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ എന്തൊരു ശാപം പിടിച്ച ജന്മമായിപ്പോയി അമ്മയുടെ മോളുടെ എന്ന് പറയാണ്. ശാപം പിടിച്ച ജന്മം അല്ലെങ്കിലേ അതിനൊരു മോശം കിട്ടണ്ടേന്ന് ചോദിക്കുകയാണ്. ഇനി എത്ര കാലം ഇങ്ങനെ അവർ മുന്നോട്ട് പോകുന്ന ഓർത്തിട്ടാ? എടാ, ഇങ്ങനെ മുന്നോട്ട് പോകണം. മോശം കൊടുക്കണം അവൾക്കില്ലേ? ഞാൻ കൊടുക്കും, ഒരിക്കൽ കൊടുക്കും. എന്നാന്നറിയാവോ? അവൾ മരണക്കിടക്കൽ കിടക്കുന്ന ദിവസം. ഇത് കേട്ടപ്പോൾ മനുഷ്യങ്കർ ഒന്ന് ഞെട്ടി. മരണക്കിടക്കൽ കിടക്കുന്ന സമയത്ത് ഞാൻ അലീനയെ പിടിച്ച് അവളുടെ മുന്നിലേക്ക് നിർത്തിയിട്ട് പറയും, ഇത് നിന്റെ മോളാണ്ടെന്ന് പറയും. അത് കേട്ട് കഴിയുമ്പോൾ അവളൊന്ന് ഞെട്ടും, അന്താളിച്ചു പോവും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മോളെ നിന്ന് വിളിക്കാൻ മാത്രം അവൾക്ക് പറ്റത്തുള്ളൂ. കാരണം അവൾക്കൊന്നും സ്നേഹിക്കാൻ പറ്റില്ല, കൊഞ്ചിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും അവൾ ഓർക്കും, ഇത്രയും കാലം താൻ ദ്രോഹിച്ചത് തൻ്റെ മോളെ ആയിരുന്നോന്ന്. പക്ഷെ അതൊക്കെ ഓർത്ത് വരുമ്പോഴത്തേനും അവളുടെ സമയം പോവും, അവളുടെ ശ്വാസം നിലച്ചു പോവും. അതായിരിക്കും ഞാൻ അവൾക്ക് കൊടുക്കാൻ പോകുന്ന മോശം. അപ്പോഴേ എനിക്കും സമാധാനം ആവത്തുള്ളൂ. അതുവരെ ഞാനിതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പറയണം.
ആ സമയത്ത് ബാലേന്ദ്രൻ്റെ മുഖത്തൊക്കെ ഒരു വല്ലാത്തൊരു പ്രത്യേക ഒരു ഭാവമായിരുന്നു. മനുശങ്കറിന് എന്ത് പറയണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. കാരണം മനുശങ്കർ മാക്സിമം പറഞ്ഞു നോക്കി, അങ്കിള് നല്ലൊരുത്തരാന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നേ, അങ്കിളിന് ആൻറ്റിയോടും അവരോടൊക്കെ ക്ഷമിക്കുമെന്നൊക്കെ ഓർത്ത് ഇനി ഇങ്ങനെ മുന്നോട്ട് പോവരുത്. പക്ഷേങ്കിൽ ബാലേന്ദ്രന് അതൊട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബാലേന്ദ്രൻ്റെ മനസ്സിൽ ബാലേന്ദ്രൻ്റെതായ ഒരു നീതിയുണ്ട്. ഇത്രയും കാലം തന്നെ വഞ്ചിച്ച ഭാര്യ, അവളോട് തനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല. അവൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയായിരിക്കും ഇതെന്നാണ് ബാലേന്ദ്രൻ കരുതുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ രാജീവനും കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. അപ്പം അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ശിവശങ്കരൻ രാജീവനോട് പറഞ്ഞു, വൈജയുടെ സ്വഭാവം അറിയാലോ, ഒരു കാരണവശാലും നമ്മൾ അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കരുതെന്ന് പറയാണ്. അത് കേട്ടപ്പോൾ രാജീവൻ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം ശിവേട്ട, പറയേണ്ട കാര്യങ്ങൾ അവളോട് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ കയറി ചെന്നു. പിന്നീട് വൈജയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് വൈജയ, നിനക്ക് ഇപ്പൊ കുറവുണ്ടോന്നൊക്കെ രാജീവൻ ചോദിച്ചു. ഇപ്പൊ കുറവുണ്ടെന്ന് പറഞ്ഞു. അല്ല ഗംഗേട്ടൻ പോയല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, എത്ര ദിവസം ഗംഗേട്ടൻ ഇവിടെ നിൽക്കാൻ പറ്റും? അല്ലെങ്കിൽ ഗംഗേട്ടൻ ഒരു ടൂർ പ്രോഗ്രാമുമായിട്ട് ഇറങ്ങിയതായിരുന്നു. 3-4 മാസമായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. പിന്നെ ആ വഴിക്ക് ഇങ്ങോട്ടേക്ക് വന്നു. ഗംഗേട്ടൻ്റെ വീട്ടിലേക്ക് പോകണ്ടേ, എത്ര ദിവസം ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാനായിട്ട് പറ്റും? ഓ, അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബാധ്യതയായില്ലേ, ഞാനാണ് ഇവിടെ പ്രശ്നക്കാരിയല്ലേ? അത് കേട്ടതും രാജീവൻ പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ പറഞ്ഞൊന്നുമില്ലല്ലോ. ദേ, നീ ഒരു കാര്യം ചെയ്യണം, ഇനിയെങ്കിലും ബാലേന്ദ്രൻ പറയുന്ന അനുസരിച്ച് നല്ല രീതി മുന്നോട്ട് ജീവിക്കാൻ നോക്ക്. ഓഹോ, അപ്പം ഞാൻ ഇനി കടപ്പാട്ട് വീട്ടിലേക്ക് തിരികെ പോകണമെന്നാണ് നിങ്ങൾ പറയണേ? അതെന്താ സംശയം? നിന്റെ വീടതല്ലേ, നിന്നെ കെട്ടിച്ച് വിട്ട വീട് അതല്ലേ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങോട്ടേക്ക് ഒരിക്കലും പോവില്ല. അവൾ അവിടെ ഉള്ളിടത്തോളം കാലം അവൾ ഒറ്റയൊരുത്തിയുണ്ടല്ലോ, ആ അലീന, അവൾ ആ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, അവൾ പ്രശ്നക്കാരിയാന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, അവളൊരു പാവം പിടിച്ച വെങ്കോച്ചാന്ന് പറയാം. ഓ, അപ്പം നിങ്ങളും അവളെ അങ്ങ് ഏറ്റെടുത്തോന്ന് ചോദിച്ചു. അതെ, ഞങ്ങളും അവളെ ഏറ്റെടുത്തെന്ന് പറഞ്ഞു. ഓ, ബാലേന്ദ്രനെ ഏറ്റെടുത്തോടൊപ്പം നിങ്ങളും ഏറ്റെടുത്തില്ലേ, ബാലേന്ദ്രൻ്റെ മകളാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം. പക്ഷേ ഈ വൈജ ഒരിക്കലും അവളെ ഏറ്റെടുക്കാൻ പോകുന്നില്ല. അവളുള്ള വീട്ടിലേക്ക് ഈ വൈജ പോവാനായിട്ട് പോകുന്നില്ല. അത് കേട്ടപ്പോൾ രാജീവൻ പറഞ്ഞു, വൈജെ നീ വെറുതെ വാശി പിടിക്കണ്ട, നഷ്ടം നിനക്ക് തന്നെയായിരിക്കും. ആയിക്കോട്ടെ, എൻ്റെ നഷ്ടം ഞാൻ അങ്ങോട്ട് സഹിച്ചെന്ന് പറയും. അപ്പോഴേക്ക് ശിവശങ്കരൻ ഒരു ബില്ല് കൊടുത്തു. ഇതങ്ങോട്ട് പിടിക്കാൻ പറയാം. ഇതെന്താ? ഇത് ഹോസ്പിറ്റൽ ബില്ലാന്ന് പറയണേ. ഇതെന്തിനാ എൻ്റെ കയ്യിൽ തരുന്നേ? ബാലേന്ദ്രനാണ് പേ ചെയ്തേ, ഇനിയിപ്പോൾ റീഫണ്ട് ചെയ്ത് അവന് കൊടുക്കണം പോലും. അതെന്തിനാ? എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അയാളല്ലേന്ന് ചോദിച്ചോ. നിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ട അയാളാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ കടപ്പാട്ട് വീട്ടിലേക്ക് തിരികെ ചെല്ലുവാണെങ്കിൽ ആ പൈസ ബാലേന്ദ്രൻ നിനക്ക് റീഫണ്ട് ചെയ്തു തരും. അല്ലാത്ത പക്ഷം നീ ഈ പൈസ കൊടുത്തേ മതിയാവുള്ളൂ. അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, ഇപ്പോഴും ഞാൻ അയാളുടെ ഭാര്യയല്ലേ, ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ലോ. ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ മാത്രം അയാൾ എൻ്റെ കാര്യം നോക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജീവൻ ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ഇന്ന് വരെ ജോലി ചെയ്ത് ശമ്പളം ബാലേന്ദ്രന് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വൈജയൊന്നും മിണ്ടിയില്ല. ശിവശങ്കരൻ ചോദിച്ചു, ജോലി ചെയ്ത് ശമ്പളം കൊടുക്കുന്ന പോട്ടെ, വീട്ടിലെ ചെലവുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടോ? കുട്ടികളുടെ കാര്യത്തിൽ പൈസ ചിലവാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നീ സ്വന്തമായിട്ട് സമ്പാദിക്കില്ലേ, പിന്നെ നിനക്കിപ്പോൾ ബാലേന്ദ്രനോട് പറയാനായിട്ട് എന്താ യോഗ്യതയുള്ളതെന്ന് ചോദിച്ചു. ഒടുവിൽ രാജീവൻ പറഞ്ഞു, അതെ, നീ ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, ഈ പൈസ ഞങ്ങൾ കൊടുക്കണോ അതോ നീ കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, അതിങ്ങ് തന്നേരെ, ഞാൻ കൊടുത്തോളാം. അപ്പം നീ ബാലേന്ദ്രനുമായിട്ട് ഒത്തുപോകാനായിട്ട് തയ്യാറല്ലേ എന്ന് ചോദിച്ചു. അതിന് വൈജയന്തി ഇങ്ങനെ മറുപടി ഒന്നും പറയാതെ അവരെ ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.